ചിക്കനാ ഞാൻ എടുക്കുന്നതല്ലേ അതിന്റെ രസം കണ്ടോ. ആ ആണോ. ഇതെങ്ങനെ വെച്ചെങ്കിൽ ഞാൻ വെള്ളിയാപ്പോ ഒരു കോഴിയാ. ആഹാ. ഓ എന്ത് തുകന്നോ ചിക്കനെ കണ്ടോ. ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ അളിഞ്ഞില്ല, എന്നാലും കുഴപ്പമില്ല. ഇടച്ചി പെപ്പരിക്കയും കൊണ്ടുവന്ന് കാശ്മീരി ചില്ലി. നമുക്കിവിടെ പെപ്പറിക്ക ഒന്നുമില്ല, നമുക്കിവിടെ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിയുടെ മതി മതി. കാശ്മീരി ചില്ലി. ഇനി ഇച്ചിരി ഇച്ചിരി ബട്ടർ ഇടാവണം. ബട്ടർ അത്ര മതി. വേറെ മേടിച്ചു തരാം ഞാൻ നിനക്ക് ബട്ടർ. ബട്ടർ എടുത്ത് ബട്ടർ എടുത്തില്ലെന്ന്. ഇത് അൺസോൾട്ടഡ് ബട്ടറാ, അതുകൊണ്ട് നമ്മൾക്ക് ഇച്ചിരി ഉപ്പ് ഇടണം. ഇച്ചിരി ഉപ്പും കിട്ടേടാ. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മളങ്ങനെ എടുക്കുക. നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക. സാധാരണ നമ്മൾ ഗാർലിക് പൊടി മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ ഗാർലിക് പൊടി ഇല്ലാത്തപ്പോൾ നമ്മൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അങ്ങ് ഇടുക. ഇനി ഒരു ഇതെടുത്തരാം. ഉപ്പ്. ഇത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ. ഇത് കേക്കിന് എൻ്റെ ഭാര്യ മേടിച്ച് വെക്കുന്ന ബട്ടറാ. മതി, അതിന് മണ്ടയ്ക്ക് ഇടുന്നുണ്ട് ഞാൻ. മതി ബട്ടർ. ഉപ്പിട്ടു. പെപ്പർ നമ്മൾ ഇച്ചിരി എരിവൊക്കെ ഉള്ളവരല്ലേ, എരിവൊക്കെ കഴിക്കണ്ട. ഇച്ചിരി പെപ്പർ കൂടെ ഇട്ടേക്കാം. ഇത് നമ്മളെ ചിക്കൻ കണ്ടോ. ഈ ചിക്കൻ അങ്ങോട്ട് വെച്ചു. ഇവിടെ ഓൾറെഡി അടഞ്ഞിരിക്കുക. ഇവിടെയൊക്കെ അങ്ങ് അടഞ്ഞിരുന്നോട്ടെ. നമ്മൾ ഈ ബട്ടർ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തേക്കാൻ പോകും. ഇങ്ങനെ അങ്ങോട്ട് തേച്ച് ബട്ടർ നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങൾ. അത് വേറെ ഒന്നുമില്ല, ഈസി റെസിപ്പി. ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന റോസ്റ്റ് ചിക്കനാ. ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധനമാണ്. എന്തായാലും എല്ലാം അങ്ങ് കാലിൻ്റെ ഇടയിലോട്ടും സൈഡിലൊക്കെ കണ്ടോ വിരൽ ഇവിടെ എല്ലാം അങ്ങ് തേച്ച് അങ്ങ് കയറ്റും. ലൈം നമ്മുടെ ലെമൺ നമ്മൾ വെക്കുക അതേപടി. രണ്ടെണ്ണം വെക്കും. വലിയ ലെമണല്ല, രണ്ടെണ്ണം വെക്കുക. നമ്മുടെ ഉള്ളി വെക്കുന്നു. ഓർമ്മ മതി. മുളങ്ങ ടൊമാറ്റോ രസത്തിന് വെക്കുന്നു. മുളക് കട്ട് ചെയ്തിങ്ങനെ ഈ ഗാർലിക്ക് കൂടെ ഞാനങ്ങ് വെക്കും. ഇനി നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതൊന്ന് പിൻ ചെയ്യണം. അടച്ചു വെക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് പോകല്. ഉപ്പ് ഇടുക. കാലിൻ്റെ ഇടയിലും കൈൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് ഇങ്ങനെ തേച്ചെടുക്കാം. എന്തോ അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ാണ് ഇത് ഇങ്ങോട്ട് വെക്കാൻ പോകും കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ പറ്റി വെക്കണം കേട്ടോ. മുകളിലെ ഓയില് ഉണ്ടോ. ചിക്കനൊക്കെ ഉണ്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ എയർ ഫ്രയറിനകത്തോട്ട് വെക്കാൻ പോകും കണ്ടോ. 30 minutes. 30 minutes വെക്കാം. നോക്ക ജ്യൂസ് ഒക്കെ കണ്ടോ. അകത്തൂടെ ബട്ടർ ഇങ്ങനെ ഇളകുന്നതാണ്. മൈ റെസിപ്പി, മൈ വേ ഓഫ് കുക്കിംഗ്. അതില്ല. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കുന്നതല്ലേ അതിൻ്റെ രസം. കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കണ്ടോ. ഇനി നമുക്ക് കുറേ ഇതുണ്ട്. ഒക്കെ എൻ്റെ മണ്ടയ്ക്ക് കൂടെ അങ്ങോട്ടും കഴിയും. ബട്ടറൊക്കെ നല്ലതാണ് കേട്ടോ.
നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേറെ ഒന്ന് ക്രിസ്പി ചിക്കൻ, റോസ്റ്റ് ചിക്കൻ. അതുകൊണ്ട് നിങ്ങളുണ്ടാക്കി കഴിച്ചോ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാം. അതിനകത്ത് ഇത്ര അധികം കേട്ടോ. എല്ലാം കഴിക്കും. ഫുള്ളായി. അവിടെ കഴിക്കുക, അവനെയും കഴിച്ചു. ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി. അതാ ഇതൊക്കെ വിടാണ്ട. ഓ മഴയായി വേന നിർത്താനോ. അടിപൊളി. ഇതാ ഗാളിക്ക് പൂക്കണം.